ഹായ്. ഇത് നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇന്നലെ ഒരു ചെടി കിളികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരക്കൊമ്പ് വെച്ചിരുന്നു. അത് നമ്മൾ ഒഴിവാക്കി കേട്ടോ. നമ്മളെ കമൻറ്റിൽ ഒരാൾ പറഞ്ഞിരുന്നു അത് ഒഴിവാക്കാൻ, എന്നിട്ട് ചെടി വെക്കാൻ. അപ്പോൾ ഞാൻ ഇത് അടീനിയായിരുന്നു. അമ്മേൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ വാങ്ങിയതാണ്. അമ്മ എത്രയോ കാലമായിട്ട് വളർത്തുന്ന ഒരു അടീനിയാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ കൂട്ടിക്ക് എടുത്തു കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് പോകാനുള്ള വെള്ളം നേരെ റൊട്ടേഷന് വേണ്ടിയിട്ട് പമ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ തന്നെ കണക്ട് ചെയ്തു. ഈ ചെടികളൊക്കെ അമ്മേൻ്റെ ചെടിയാണ് കേട്ടോ. എല്ലാതും അമ്മേൻ്റെ അടുത്ത് നിന്ന് ഞാൻ കെഞ്ചി വാങ്ങിയതാണ് അമ്മേൻ്റെ അടുത്ത് നിന്ന്. ഇത് അമ്മേൻ്റെ പൂന്തോട്ടത്തെ മൊത്തം എടുത്ത് കൊണ്ടുവന്നതാണ്. ചെടികളൊക്കെ ഫുള്ളായി, എല്ലാ ചെടികളും വെച്ച് നമ്മൾ കുറച്ച് വെള്ളാരങ്കല്ല് ഭാഗങ്ങളിലൊക്കെ ഇട്ടാണ്. നമ്മൾ അതേപോലെ ഇതിന് മുമ്പേ നമ്മൾ ഈ ചെമ്മണ്ണ് കുറേ ഫില്ല് ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ നമുക്ക് വെള്ളം ചളിയൊന്നും പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളാരങ്കല്ല് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളാരങ്കല്ല് ഇട്ടുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ച് മഴ പെയ്താലോ അങ്ങനെ വെള്ളം വന്നാലോ നമുക്ക് ഈ ചളി പുറത്തേക്ക് വരില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഫുള്ളായിട്ട് വെള്ളാരങ്കല്ല് ഉപയോഗിച്ചത്. അങ്ങനെ വെള്ളമൊക്കെ ക്ലീനാക്കി റെഡിയാക്കിയപ്പോൾ മോന് ഭയങ്കര ആഗ്രഹം അതിലൊന്ന് കുളിക്കണം. അപ്പോൾ ഒന്ന് ഓൻ്റെ സന്തോഷത്തിന് വെള്ളത്തിലിരുത്തിയതായിരുന്നു. അങ്ങനെ നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിലെ ചെടികളും അതേമാതിരി എല്ലാത്തും നമ്മൾ ബേസ്മെൻറ്റിൻ്റെ ഫുള്ള് വർക്കും കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു 70% വർക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ.